ഈ പേപ്പറിൻ്റെ തേർഡ് മൊഡ്യൂൾ സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് ഫങ്ഷൻസ് ആണ്. നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ് കാര്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ ആദ്യം കുറച്ച് ഫങ്ഷൻസ് കൺസിഡർ ചെയ്യുകയാണ്. f1 of x is equal to x square ഒരു ഫങ്ഷനാണ്. സോ f1 എന്ന് ഞാൻ പേര് വിളിക്കുന്നു. f1 is a function, f1 of x is equal to x square. സപ്പോസ് ഇതിൻ്റെ ഡൊമൈൻ is -1 1 to r. അപ്പോൾ ഓരോ ഫങ്ഷൻസും ഞാൻ കൺസിഡർ ചെയ്യുന്നത് -1 1 എന്ന് പറഞ്ഞ ഇൻ്റർവെലിൽ നിന്ന് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലോട്ടാണ്. f1 is a function which is defined by f1 of x is equal to x square. ആൻഡ് അടുത്തൊരു ഫംഗ്ഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നു f2. So f2 is defined as f2 of x is equal to x raised to 4 and f3 അടുത്ത ഫംഗ്ഷൻ and f3 of x is x raised to 6. അപ്പോൾ ഇങ്ങനെ ഞാൻ ഡിഫൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്കൊരു കളക്ഷൻ അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് കിട്ടുകയാണ്. സേ fn ഡിഫൈൻഡ് ബൈ fn of x is equal to x raised to 2n. അപ്പോൾ ഇതാണ് സീക്വൻസ് ഓഫ് ഫങ്ഷൻസ്. സോ f1 f2 f3 എക്സെട്ര നമ്മൾ fn എന്ന് പേര് വിളിക്കുന്നു. കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് ആണ്. ഓരോ നാച്ചുറൽ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ ഫങ്ഷൻസ് കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും അത് എക്സ് റേസ് ടു 2n ആണ്. ഇനി ഈ ഫങ്ഷൻസിൻ്റെ ഗ്രാഫ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -1 1 സോ -1 1 ഈ ഫങ്ഷൻ്റെ ഗ്രാഫ് ആദ്യത്തത് f1 of x equal to x square ആൻഡ് f2 of x equal to x raised to 4. അപ്പോൾ അത് കുറച്ചും കൂടെ ഈ ഇൻ്റർവെല്ലിൽ താന്ന് വരും. പക്ഷേ അഗെയിൻ വാല്യൂ ഏത് ഹൈറ്റ് തന്നെ വരും, 1 തന്നെ വരും. ആൻഡ് f3 of x is equal to x raised to 6. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫങ്ഷൻസ് നമുക്ക് പറയാൻ പറ്റും ഇത് ഇങ്ങനെ പോന്ന് ഓൾമോസ്റ്റ് ഈ ലൈനിലോട്ട് അല്ലെങ്കിൽ ദ ഫങ്ഷൻ f ഡിഫൈൻഡ് ബൈ f of x equal to 0 ലോട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് പറയാൻ പറ്റും, കൺവേർജ് ചെയ്യുന്നതായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഈ പർട്ടിക്കുലർ ഫങ്ഷൻ കൺവേർജസ് ടു ദ ഫങ്ഷൻ 0. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അത് തന്നെയാണ്. സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് കൺസിഡർ ചെയ്യുന്നു. ആ ഫങ്ഷൻസ് കൺവേർജ് ചെയ്യുമോ ഏതെങ്കിലും പർട്ടിക്കുലർ ഫങ്ഷനിലോട്ട്, അങ്ങനെ പോസിബിൾ ആണോ? ആ കൺവേർജൻസ് ഇവിടെ രണ്ട് രീതിയിലുള്ള കൺവേർജൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് പോയിന്റ് വൈസ് കൺവേർജൻസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് യൂണിഫോം കൺവേർജൻസ്. അപ്പോൾ ഈ രണ്ട് കൺവേർജൻസും ഈ വീഡിയോയിലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. പോയിന്റ് വൈസ് കൺവേർജൻസും യൂണിഫോം കൺവേർജൻസും അതിൻ്റെ ഡെഫിനിഷനും കുറച്ച് പ്രോബ്ലംസും. സീരീസ് ഓഫ് ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ സം സിഗ്മ fn ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നു. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം x സ്ക്വയർ പ്ലസ് x റേസ് ടു 4 പ്ലസ് x റേസ് ടു 6 പ്ലസ് എക്സെട്ര. വെറുതെ സിഗ്മ fn അല്ലെങ്കിൽ സിഗ്മ fn ഓഫ് x നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ x സ്ക്വയർ പ്ലസ് x റേസ് ടു 4 പ്ലസ് x റേസ് ടു 6 പ്ലസ് എക്സെട്ര എന്ന് വരും. അപ്പോൾ അത് ഒരു സം ഓഫ് ഫങ്ഷൻസാണ്. പക്ഷേ ഈ സമ്മ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫങ്ഷനിലോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ടോ, ആ സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പോയിന്റ് വേഴ്സ് കൺവേർജൻസിലോട്ട് പോയാൽ, പോയിന്റ് വേഴ്സ് കൺവേർജൻസ് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഓരോ ഫംഗ്ഷനിലും നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യത്തെ ഫംഗ്ഷനാണെങ്കിൽ ഫംഗ്ഷന് ഒരു വാല്യൂ ഉണ്ട്, ഒരു ഹൈറ്റ് ഉണ്ട്, ഒരു റിയൽ നമ്പർ ഉണ്ട്, ഇമേജ് അറ്റ് ദ പോയിന്റ് എക്സ്. രണ്ടാമത്തെ ഫംഗ്ഷൻ ആണെങ്കിൽ അതിനുണ്ട് ഒരു വാല്യൂ, മൂന്നാമത്തെ ഫംഗ്ഷൻ അതിനുണ്ട് ഒരു വാല്യൂ. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ഫംഗ്ഷൻസും കൂടെ ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ പർട്ടിക്കുലർ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ് കിട്ടും. ആ സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്തായാലും ഇവിടെ ഈ കേസിൽ കുറഞ്ഞ് വന്നിട്ട് കൺവേർജസ് ടു 0 ആണ്. അപ്പോൾ നമ്മൾ ഓരോ പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെ ഇപ്പോൾ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു, ആദ്യത്തെ ഫംഗ്ഷനിലൊരു ഇമേജ് ഉണ്ടാവും കറസ്പോണ്ടിങ് ടു ആ എക്സ്, അത് റിയൽ നമ്പറാണ്. അടുത്തതിലൊരു റിയൽ നമ്പർ, അടുത്തതിലൊരു റിയൽ നമ്പർ. ആ റിയൽ നമ്പേഴ്സ് എല്ലാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൺവേർജസ് ടു 0 ആണ്. അപ്പോൾ പോയിന്റ് വൈസ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് കിട്ടുന്ന ഇമേജുകൾ സീക്വൻസ് ആണ്. ആ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ വി സേ ദാറ്റ് ദ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് കൺവേർജസ് ടു എ പർട്ടിക്കുലർ ഫങ്ഷൻ എഫ് പോയിന്റ് വൈസ്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം. Definition: let fn be a sequence of functions on A. Our domain is A, and let a0 is a subset of A. F is a function defined on a0 to R. We say that
Fn converges pointwise on A naught to F. നേരത്തെ പറഞ്ഞു നമ്മൾ ഓരോ പോയിന്റും കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡൊമൈനിലെ ഇതാണ് A naught എന്ന് വിചാരിക്കുക. A നോട്ടിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എക്സ്, ഓരോ പോയിന്റ് കേസിലും സാറ്റിസ്ഫൈ ആണ്. ഒരു പോയിന്റ് എക്സ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ F1 ഇമേജ് ഉണ്ടാവും, സേ F1 of x, F2 ഇമേജ് ഉണ്ടാവും, F2 of x. ഇതൊക്കെ റിയൽ നമ്പേഴ്സ് ആണ്. F3 of x. സോ നമുക്കൊരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് കിട്ടുന്നു Fn of x. ഈ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് കൺവേർജസ് ടു f of x ആണെങ്കിൽ ഇത് ഓരോ എക്സിനും ഇത് ട്രൂ ആയിട്ട് വരികയാണെങ്കിൽ we say that the sequence of functions Fn converges to the particular function f pointwise. അല്ലെ ഇങ്ങനെയും പറയാം. ദാറ്റ് ഈസ് നമ്മൾ ഡെഫിനിഷൻ പ്രകാരം അപ്പോൾ Fn of x എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സ് കൺവേർജസ് ടു f of x എന്ന് വരും. അപ്പോൾ അവിടെ നമുക്ക് ഡെഫിനിഷൻ ഉണ്ടായിരുന്നു, എപ്സിലോൺ ഡെഫിനിഷൻ ഫോർ എവറി എപ്സിലോൺ. ഇതൊക്കെ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ റിയൽ നമ്പേഴ്സിന്റെ കൺവേർജൻസ് ഉണ്ടായിരുന്നു. So F1 of x is a real number, F2 of x is a real number. So real numbers converges to f of x വരും. For every epsilon greater than 0, we can find a natural number say k such that for all n greater than or equal to k, ഈ റിയൽ നമ്പേഴ്സ് Fn of x ഉം f of x ഉം തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. കുറഞ്ഞു പോകണം. ആ ഡിഫറൻസ് കുറഞ്ഞു പോകണം. അതേ ഇവിടെ പറയുന്നുള്ളൂ. ദാറ്റ് ഇസ് ഇഫ് ഫോർ എവറി epsilon greater than 0 and for each x, കാരണം ഇത് ഓരോ എക്സിനും ട്രൂ ആണ്, അതുകൊണ്ടാണ് for each x belongs to a naught, there exists a natural number. പക്ഷെ അപ്പൊ ഇവിടെ പറഞ്ഞ നാച്ചുറൽ നമ്പർ ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? എപ്സിലോൺ ചെറുതാവുന്നതിനനുസരിച്ച് ഈ നാച്ചുറൽ നമ്പർ ഇപ്പോൾ വലുതായി. ഇപ്പൊ എന്തായാലും എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഓരോ എക്സിനും ഇത് ട്രൂ ആകുന്നതുകൊണ്ട് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം നമുക്ക് -1 1 എന്ന് പറഞ്ഞ ഇന്റർവെലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെയുള്ള എക്സുകൾക്ക് പോലെ ആയിരിക്കില്ല ഇപ്പോഴത്തുള്ള എക്സുകൾക്ക്. ഓരോ എക്സിനെയും ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഇവിടെയുള്ള എക്സുകളുടെ ഇമേജുകൾ വേറെ ആയിരിക്കും, ഇവിടെയുള്ള എക്സുകളുടെ ഇമേജുകൾ വേറെ ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞ നാച്ചുറൽ നമ്പർ ഡിപ്പെൻഡ്സ് ഓൺ എപ്സിലോൺ ആൻഡ് എക്സ്. അപ്പൊ ഈ പറഞ്ഞ നാച്ചുറൽ നമ്പർ നമുക്ക് എപ്സിലോണിന്റെ എക്സിന്റെ ഒരു ഫംഗ്ഷൻ പോലെ പറയാൻ പറ്റും, കാരണം അതുപോലെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ കൺവേർജൻസിന്റെ ഡെഫിനിഷൻ പ്രകാരം ഇത് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നിങ്ങളൊരു എക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു നാച്ചുറൽ നമ്പർ കെ കിട്ടും. അതിനേക്കാൾ വലിയ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും Fn of x minus f of x ലെസ് ദാൻ എപ്സിലോൺ ആണ്. എപ്സിലോൺ മാറുമ്പോൾ ആ നാച്ചുറൽ നമ്പർ മാറും, എക്സ് മാറുമ്പോൾ ആ നാച്ചുറൽ നമ്പർ മാറും. അതുകൊണ്ട് തന്നെ ആ നാച്ചുറൽ നമ്പർ കെ വി ക്യാൻ എക്സ്പ്രസ് ഇറ്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എപ്സിലോൺ ആൻഡ് എക്സ്. സോ ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഡെഫിനിഷൻ പോയിന്റ് വൈസ് കൺവേർജൻസിന്. ഇനി അഥവാ നമുക്ക് കിട്ടുന്ന ഈ പറഞ്ഞ നാച്ചുറൽ നമ്പർ കെ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് നാച്ചുറൽ നമ്പർ കെ കണ്ടെത്താൻ പറ്റിയാൽ we say that the sequence Fn converges to f uniformly. So converges is uniform. രണ്ടിന്റെ നൊട്ടേഷൻസ് ആണ്. Fn converges to f pointwise എന്നുള്ളതിന് just single arrow ആണ്. Fn converges to f uniformly എന്നുള്ളതിന് ഡബിൾ ആരോ യൂസ് ചെയ്യും. യൂണിഫോംലി കൺവേർജന്റ് ആണെങ്കിൽ, കാരണം ഇവിടെ ആകെ ഡിഫറൻസ് എന്ന് മാത്രമേ ഉള്ളൂ, കെ കിട്ടിയിരിക്കുന്ന കെ എപ്സിലോണിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ യൂണിഫോംലി കൺവേർജന്റ് ആണ്. എപ്സിലോണിനെ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൺവേർജൻസ് പോയിന്റ് വൈസ് ആണ്. സോ തീർച്ചയായും യൂണിഫോംലി കൺവേർജന്റ് ആണെങ്കിൽ പോയിന്റ് വൈസ് കൺവേർജന്റ് ആയി. ഇനി ഈ കെ എപ്സിലോൺ എക്സ് എപ്സിലോണിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേറെ രീതിയിൽ കൂടെ പറയാം. നമുക്ക് കിട്ടുന്ന ഈ എപ്സിലോൺ കെ എപ്സിലോൺ ഓഫ് എക്സ് എപ്സിലോണിനെയും എക്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ആണെങ്കിൽ ആ എക്സ്പ്രഷൻ ബൗണ്ടഡ് ആണെങ്കിൽ, മീൻസ് അതിനൊരു പർട്ടിക്കുലർ മാക്സിമം വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റുവാണ്. ബൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പർട്ടിക്കുലർ നമ്പറിനേക്കാൾ ചെറുതായിരിക്കുന്നതായിരിക്കും. ആ രീതിയിൽ അങ്ങനെ ഒരു അപ്പർ ബൗണ്ട് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ, കുറച്ചുകൂടി കറക്റ്റായിട്ട് അപ്പർ ബൗണ്ട് ആണ്, ഒരു അപ്പർ ബൗണ്ട് വെച്ച് നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ പിന്നെ ആ എക്സ്പ്രഷൻ്റെ അകത്ത് ഏതുണ്ടാവില്ല, എക്സ് ഉണ്ടാവില്ല. സോ കൺവേർജൻസ് ഏതായിരിക്കും? യൂണിഫോം ആയിരിക്കും. യൂണിഫോംലി കൺവേർജന്റ് ആണോ പോയിന്റ് വൈസ് കൺവേർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ പോയിന്റ് വൈസ് കൺവേർജൻസിന്റെ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുക. ഇങ്ങനെ ഒരു കെ എപ്സിലോൺ ഓഫ് എക്സ് പോസിബിൾ ആണോ നോക്കും, ആ കെ എപ്സിലോൺ ഓഫ് എക്സ് ബൗണ്ടഡ് ആണോ നോക്കും. ബൗണ്ടഡ് ആണെങ്കിൽ യൂണിഫോംലി കൺവേർജന്റ് ആണ്, അൺബൗണ്ടഡ് ആണെങ്കിൽ പോയിന്റ് വൈസ് കൺവേർജന്റ് ആണ്. അപ്പൊ ഇനി ചെയ്യാൻ പോകുന്ന 4-5 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 5 ക്വസ്റ്റ്യൻസിലും ഇതേ കാര്യം തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പോയിന്റ് വൈസ് കൺവേർജൻസ് ആണോ യൂണിഫോം കൺവേർജൻസ് ആണ്. യൂണിഫോംലി കൺവേർജന്റ് ആണെങ്കിൽ ഷുവർ ആയിട്ട് പോയിന്റ് വൈസ് കൺവേർജന്റ് ആയിരിക്കും.
നോക്കാം ആദ്യത്തെ പ്രോബ്ലം. fn of x is x by n and f of x is 0. Show that fn converges pointwise to f but not uniformly to f. Pointwise convergence in the case നമുക്ക് fn of x converges to f of x വേണം. സോ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എപ്സിലോൺ പോസിറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു നാച്ചുറൽ നമ്പർ k കിട്ടണം. എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ മോഡുലസ് ഓഫ് fn of x മൈനസ് f of x ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന രീതിയിൽ വേണം. സോ മോഡുലസ് ഓഫ് fn of x മൈനസ് f of x എന്ന് പറഞ്ഞാൽ x by n ന്റെ മോഡുലസ് മൈനസ് 0 എന്ന് വരും. ദാറ്റ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. ദാറ്റ് ഇസ് മോഡ് x by n is less than epsilon. N by mod x is greater than 1 by epsilon. So n is greater than mod x by epsilon. So n greater than mod x by epsilon ആണെങ്കിൽ ഈ condition satisfied. So choose a natural number k epsilon comma x such that a natural number epsilon ne x ne depend ചെയ്യാം greater than mod x by epsilon. So mod x by epsilon നേക്കാൾ വലിയ ഏത് നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ. സോ ഞാനിവിടെ ചൂസ് ചെയ്യുന്ന k എന്ന് പറഞ്ഞാൽ ഈ mod x by epsilon നേക്കാൾ വലിയ k ആണ്. സോ അങ്ങനെ വരുമ്പോൾ ഈ k നേക്കാൾ വലിയ നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലെസ് ദാൻ എപ്സിലോൺ ആവും. സോ ദെൻ മോഡുലസ് ഓഫ് fn of x minus f of x is less than epsilon for all n greater than or equal to k. For k epsilon ne x ne depend. For epsilon greater than 0 നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടി. എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ മോഡുലസ് ഓഫ് fn of x minus f of x is less than epsilon for all n greater than or equal to k. Therefore fn converges to f pointwise. ഇനി ആദ്യം നമുക്ക് പറയേണ്ടത് ഇത് കൺവെർജൻസ് പോയിന്റ് വൈസ് മാത്രമാണ്, യൂണിഫോംലി അല്ല. അപ്പൊ അതിന് ഈ കിട്ടിയിരിക്കുന്ന k എന്നത് മാത്രമേ ഉള്ളൂ. ശരിക്കും അത് എപ്സിലോൺ കോമ എക്സ് എന്ന് എഴുതാനുള്ള കാരണം എപ്സിലോണിനെ എക്സിനെയും ഡിപെൻഡ് ചെയ്യുന്നുണ്ടാവാം എന്നുകൊണ്ടാണ്. അവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് തീർച്ചയായും എക്സിനെയും എപ്സിലോണിനെയും ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി യൂണിഫോംലി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈ മോഡ് എക്സ് ബൈ എപ്സിലോൺ എന്ന് പറയുന്നത് എക്സിനെ ഡിപെൻഡ് ചെയ്യാത്ത രീതിയിൽ നമുക്കൊരു k കിട്ടുമോ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ഈ മോഡ് എക്സ് ബൈ എപ്സിലോൺ എന്നുള്ളത് ബൗണ്ടഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഇത് എക്സിനെ ബേസ് ചെയ്തിട്ടാണ്. എക്സ് ഇസ് ഫ്രം എക്സ് ബിലോങ്സ് ടു ആർ ആണ്. എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൻസ് എക്സ് ബിലോങ്സ് ടു ആർ മോഡ് എക്സ് ബൈ എപ്സിലോൺ ഇസ് അൺബൗണ്ടഡ്. മോഡ് എക്സ് ബൈ എപ്സിലോൺ ഇസ് അൺബൗണ്ടഡ് ഓൺ ആർ. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ് ആർ എടുക്കാവുന്ന എക്സ് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ വാല്യൂസും ഉണ്ട്. സോ ആസ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഈ പറഞ്ഞ മോഡ് എക്സ് ബൈ എപ്സിലോൺ ഈസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ഒരു പർട്ടിക്കുലർ നമ്പറിന്റെ താഴേക്ക് വരാൻ ചാൻസ് ഇല്ല. സോ വി കനോട്ട് ഫൈൻഡ് k independent of x. Therefore fn does not converges uniformly to f. അപ്പൊ അത്രേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ കിട്ടുന്ന ഈ എക്സ്പ്രഷൻ അത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ, അല്ലെങ്കിൽ അത് അൺബൗണ്ടഡോ അല്ലെങ്കിൽ ബൗണ്ടഡോ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താൽ മാത്രം മതി. ഇപ്പൊ ഇവിടെ ഈ കേസിൽ അത് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, ഡൊമൈനിലെ ഇൻഫിനിറ്റി വരെ പോകാം. എക്സ് ഇൻഫിനിറ്റിലോട്ട് പോകുമ്പോൾ ഇത് ഇൻഫിനിറ്റിലോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഇസ് അൺബൗണ്ടഡ് ആയതുകൊണ്ട് നോട്ട് യൂണിഫോംലി കൺവേർജന്റ്. പക്ഷെ പോയിന്റ് വൈസ് കൺവേർജന്റ് ആണ്. ഇനി ഇതേ കേസിൽ ഈ മൈനസ് x belongs to R പകരം if domain is minus m to m, minus m to m ആണെങ്കിൽ മോഡ് x by epsilon എന്നുള്ളതിന് മാക്സിമം വാല്യൂ ഉണ്ട് is less than or equal to m by epsilon. So choose k epsilon belongs to n, which is such that k is greater than m by epsilon. അതായത് മോഡ് എക്സ് ബൈ എപ്സിലോണിന്റെ മാക്സിമം വാല്യൂ ആയിട്ട് വരാവുന്ന m by epsilon വെച്ച് റീപ്ലേസ് ചെയ്യുന്നു.
ഈ എക്സ്പ്രഷൻ ഞാനിവിടെ ആ എം ബൈ എപ്സിലോണിനേക്കാൾ വലിയ കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, കൺവേർജന്റ് ആവും, കൺവേർജസ് ടു എഫ് ആവും, പോയിന്റ് വൈസ് കൺവേർജസ് ടു എഫ് ആവും എന്ന് മാത്രമല്ല ആ എക്സ്പ്രഷൻ കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് യൂണിഫോംലി കൺവേർജ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഡൊമൈൻ ആർ എന്ന് തന്നതുകൊണ്ടാണ് നോട്ട് യൂണിഫോംലി കൺവേർജന്റ് എന്ന് വരാനുള്ള കാരണം. -m to m ആയിരുന്നെങ്കിൽ ഇത് യൂണിഫോംലി കൺവേർജന്റ് ആയിരുന്നേനെ. നോക്കാം രണ്ടാമത്തെ പ്രോബ്ലം. fn of x is n by x plus n. So x is greater than 0. So domain is 0 to infinity. Is uniformly convergent on 0 to m. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ കേസിൽ പറഞ്ഞിരിക്കുന്നത് ഡൊമൈൻ 0 to m ആണ്. 0 to m ന് യൂണിഫോംലി കൺവേർജന്റ് ആണ്, ബട്ട് നോട്ട് ഓൺ 0 to infinity. 0 to infinity അല്ല, 0 to m. അപ്പോൾ അവിടെ എന്തോ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എഫ് വേണ്ടേ. അപ്പൊ ആദ്യം അത് നോക്കാം. കൺസിഡർ fn of x is n by x plus n. So limit n tends to infinity fn of x എന്തായിരിക്കാം. So that is limit n tends to infinity n by x plus n. മോഡൽ താഴെ ഞാൻ n വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ limit n tends to infinity 1 by x by n plus 1 എന്ന് വരും. So as n tends to infinity x എന്ത് തന്നെയായാലും ഇത് tends to 0 ആയി. So that is equal to 1. So define f by f of x is equal to 1 for all x greater than 0. So നമ്മളിവിടെ ഫംഗ്ഷൻ f ചൂസ് ചെയ്യുന്നു, f of x is 1. Now for epsilon greater than 0, modulus of fn of x minus f of x is less than epsilon implies modulus of n by x plus n minus 1 is less than epsilon. ഇതിവിടെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് n by x plus n, n minus x plus n by x plus n എന്ന് വരും, is less than epsilon. So minus n എന്നെ കട്ട് ചെയ്ത് പോയിട്ട് so modulus of minus x divided by x plus n is less than epsilon. So that implies, so ഇവിടെ മൈനസിന്റെ മോഡുലസ് is 1, -1 ന്റെ മോഡുലസ് is 1. അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ x by x plus n ന്റെ മോഡുലസ് is less than epsilon. ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ x plus n by x ന്റെ മോഡുലസ് is greater than 1 by epsilon വരും. x പോസിറ്റീവ് ആണ്, n പോസിറ്റീവ് ആണ്. സോ മോഡുലസ് ഓഫ് x plus n by x is simply x plus n by x. x വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 plus n by x is greater than 1 by epsilon. So n by x is greater than 1 by epsilon minus 1. So n is greater than x into 1 by epsilon minus 1. So choose k epsilon comma x belongs to a natural number k such that k epsilon comma x is greater than x into 1 by x minus 1. Then modulus of fn of x minus f of x is less than epsilon for all n greater than or equal to k. Now in 0 to m നമ്മളിനി യൂണിഫോം കൺവെർജൻസിന്റെ കാര്യമാണ് നോക്കുന്നത്. 0 to m എന്ന് പറഞ്ഞ ഇന്റർവെൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ x into 1 by epsilon minus 1 എന്ന് പറയുന്ന എക്സ്പ്രഷൻ is bounded. അതിന്റെ മാക്സിമം വാല്യൂ 0 to m ൽ x 1 by epsilon minus 1 ന്റെ x ഇല്ല. x is in the interval 0 to m. Domain is 0 to m. So അതിൽ x ന്റെ മാക്സിമം വാല്യൂ is m. അതിവിടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും മാക്സിമം വാല്യൂ. അതിനേക്കാൾ വലിയ k ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും എപ്സിലോണിനെ മാത്രമേ ഡിപെൻഡ് ചെയ്യൂ. Now 0 to m, x into 1 by epsilon minus 1 is bounded, and then upper bound is x in the maximum value m. So m into 1 by epsilon minus 1. So if we choose k belongs to n such that
k is greater than m into 1 by epsilon minus 1, then fn of x minus f of x is less than epsilon for all n greater than or equal to k, and this k is independent of x. Therefore, fn converges to f uniformly on ഏത് ഇന്റർവെല്ലാണ് 0 to a. ഇനി നമുക്ക് 0 to infinity കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടെ ഞാൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാണ്. Now in 0 less than or equal to x less than infinity, as x tends to infinity, നമ്മളവിടെ പറഞ്ഞ x into 1 by epsilon minus 1 is tending to infinity, unbounded. So we cannot find k belongs to n which is independent of x. Therefore, fn does not converge to f uniformly on either interval 0 to infinity. അപ്പോൾ ഇത്രയും അവിടെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കാണുന്നു, ആ എക്സ്പ്രഷൻ ബൗണ്ടഡ് ആണോ പറഞ്ഞിരിക്കുന്ന ഇന്റർവെൽ നോക്കുക. 0 to m ആണെങ്കിൽ ബൗണ്ടഡ് ആണ്, കാരണം നമുക്ക് എക്സിന്റെ മാക്സിമം വാല്യൂ ആയിട്ട് m വെച്ച് റീപ്ലേസ് ചെയ്യാം. 0 to infinity ആണെങ്കിൽ x is tending to infinity, ഇത് tends to infinity ആണ്, സോ അൺബൗണ്ടഡ് ആണ്. നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു k which depends only on epsilon കിട്ടില്ല. സോ ആ കേസിൽ പോയിന്റ് വൈസ് കൺവേർജൻസ് മാത്രമേ ഉള്ളൂ. 0 to m ആണെങ്കിൽ യൂണിഫോം കൺവേർജൻസ് ഉണ്ട്. മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് x equal to 0 is a point of non-uniform convergence. അപ്പോൾ 0 എന്തൊരു പ്രശ്നമുണ്ട് യൂണിഫോം കൺവേർജൻസിന്റെ കേസിൽ. fn of x is n square x by 1 plus n raised to 4x square. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യം ഇവിടെ fn of x ഉണ്ട്, n square x by 1 plus n raised to 4x square. ഇതിന് ലിമിറ്റ് ആകാവുന്ന ഫംഗ്ഷൻ നമുക്ക് കാണാം. ലിമിറ്റ് n tends to infinity fn of x എടുത്താൽ that is limit n tends to infinity n square x by 1 plus n raised to 4 x square. n raised to 4 ഉണ്ട് maximum, so n raised to 4 വെച്ച് മോഡൽ എന്താണ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ this is limit n tends to infinity x divided by n square വരും, divided by 1 by n raised to 4 plus x square വരും. So n tends to infinity എടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആയി, ഇതും 0 ആയി, this is equal to 0. So take f of x is equal to 0 for all x belongs to the interval 0 to 1. ഇതാണ് നമ്മുടെ interval. ഇനി for epsilon greater than 0, modulus of fn of x minus f of x less than epsilon ആവണം. സോ ഇവിടെ ആണെങ്കിൽ f of x 0 ആണ്. സോ modulus of n square x divided by 1 plus n raised to 4 x square അത് ലെസ് ദാൻ എപ്സിലോൺ ആവണം. ആൻഡ് എന്നും ഇതെല്ലാം പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഈ മോഡൽസിന് അവിടെ പ്രധാനമില്ല. സോ എൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് എൻ റൈസ് ടു 4 എക്സ് സ്ക്വയർ ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരും, എൻ റൈസ് ടു 4 എക്സ് സ്ക്വയർ ഇൻടു എപ്സിലോൺ മൈനസ് എൻ സ്ക്വയർ എക്സ് പ്ലസ് എപ്സിലോൺ is greater than 0. നമുക്ക് വേണ്ടത് എന്നിന്റെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂയിലോട്ടാണ്. അപ്പോൾ എന്നിലോട്ടാണ് പോകേണ്ടത്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ n സ്ക്വയർ ഉണ്ട്, n raised to 4 ഉണ്ട്. സോ ദിസ് ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ n സ്ക്വയർ. സോ ദിസ് ഗ്രേറ്റർ ദാൻ 0 മീൻസ് ഈ ക്വാഡ്രാറ്റിക്കേഷന്റെ സൊല്യൂഷൻസിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ n സ്ക്വയർ എന്നതിലോട്ട് വരും. n സ്ക്വയർ മൈനസ് ബി എക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറയുന്നത് again x square minus 4ac, so 4 into x square into epsilon ഇവിടെ വരും, c ന് വരെ epsilon വരും, so epsilon square വരും. So n square is greater than by 2a. 2a എന്ന് പറയുന്നത് 2x square epsilon. അപ്പൊ ഇവിടെ ഇതിൽ രണ്ടിലും x square ഉണ്ട്, so x square പുറത്തെടുക്കുമ്പോൾ ഒരു x ആവും. ആ x-ഉം x-ഉം ഈ x-ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ so that implies n square is greater than 1 plus or minus root of 1 minus 4 epsilon square divided by
2x epsilon. So choose k epsilon comma x belongs to n such that k square is greater than 1 plus or minus root of 1 minus 4 epsilon square divided by 2x epsilon. Then modulus of fn of x minus f of x is less than epsilon for all n greater than or equal to k. Therefore, fn converges to f pointwise on 0 to 1. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ എക്സ്പ്രഷൻ ഈ പറഞ്ഞ ഇന്റർവെല്ലിൽ ബൗണ്ടഡ് ആണോ? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ന്യൂമറേറ്ററിൽ എക്സ് ഇല്ല, താഴെ മാത്രമേ എക്സ് ഉള്ളൂ. ഈ താഴെ എക്സ് വരുമ്പോൾ ഇവിടെ എക്സ് ഇൻഫിനിറ്റിലോട്ടൊന്നും പോകാനില്ല, എക്സ് 0 to 1 മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ് എവിടേക്ക് പോകുമ്പോഴായിരിക്കും പ്രശ്നം വരിക? 0ന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഡിനോമിനേറ്റർ 0 ഈ വാല്യൂ ഇതിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, ഇൻഫിനിറ്റിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. Now, as x tends to 0, 1 plus root of 1 minus 4 epsilon square divided by 2x epsilon is tending to infinity. So, 1 plus root of 1 minus 4 epsilon square by 2x epsilon is unbounded in 0 to 1. അത് പ്രശ്നം വരുന്ന ഏത് പോയിന്റാണ്? 0ലാണ്. So, we cannot find k epsilon comma x independent of x in closed interval 0, 1. Whereas it is possible in M1 where 0 less than m less than 1. നമ്മൾ 0-1ൽ ക്ലോസ് ലെവൽ 0-1 പോസിബിൾ അല്ല, കാരണം 0ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ഇത് എന്താവുന്നത്? അൺബൗണ്ടഡ് ആവുന്നത്. 0 എന്ന് പറഞ്ഞ പോയിന്റ് മാത്രമേ പ്രശ്നമുള്ളൂ. 0നേക്കാൾ തൊട്ടപ്പുറത്തൊരു വാല്യൂ m ഞാൻ എടുത്തു കഴിഞ്ഞാൽ, 0നേക്കാൾ വലുതായിട്ടൊരു m നമ്മൾ എടുത്തു കഴിഞ്ഞാൽ m to 1 എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ നമുക്ക് ഇതിനൊരു അപ്പർ ബൗണ്ട് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് അപ്പർ ബൗണ്ട് 1 plus root of 1 minus 4 epsilon square divided by 2m epsilon എന്നുള്ളതായിരിക്കും ആ ഒരു അപ്പർ ബൗണ്ട്. ആൻഡ് ദി അപ്പർ ബൗണ്ട് for 1 plus root of 1 minus 4 epsilon square divided by 2x epsilon in m1 is 1 plus root of 1 minus 4 epsilon square divided by 2m epsilon. അതും കൂടെ നമ്മൾ അവിടെ എഴുതി വയ്ക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ക്ലിയർ ആണ്, 0 അല്ലാത്തുണ്ടെങ്കിലാണ് പ്രശ്നം. 0 ഇല്ലാത്തൊരു ഇന്റർവെല്ലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരു പ്രശ്നമില്ല. Therefore, fn converges to f uniformly in m1 but not in 0, 1. So, എന്ത് പറയാം? കൺക്ലൂഡ് ചെയ്യാം. So, 0 is a point of non-uniform convergence. Problem number 4. Test for uniform convergence of the sequence e raised to minus n x. X greater than or equal to 0. So, x equal to 0 ആകുന്ന സമയത്ത് e raised to 0 ആണ്. e raised to 0യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ x 0 ആകുന്ന സമയത്ത് ഇതൊരു 1 1 1 1 1 എന്ന് പറയുന്ന സീക്വൻസ് ആണ്. And 1 1 1 എന്ന സീക്വൻസിൽ ലിമിറ്റ് ഏതായാലും 1 ആണ്. And x greater than 0 ആകുന്ന സമയത്ത് n tends to infinity, e raised to minus nx is equal to n ഇൻഫിനിറ്റിലോട്ട് പോകുന്ന സമയത്ത് x ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ e raised to minus ഇൻഫിനിറ്റിലോട്ട് പോകരുത്. e raised to minus ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആണ്. സോ 0 for x greater than 0. Now x 0 ആകുന്ന സമയത്ത് ഇതിന്റെ വാല്യൂ എക്സാക്ട്ലി e raised to 0 1 ആണ്. ഓരോ വാല്യൂ 1 ആവും. സോ ലിമിറ്റ് n tends to infinity 1 എന്ത് തന്നെയാണ്? 1 ആണ്. അപ്പൊ ഇത് x 0 ആകുന്ന സമയത്ത് 1ലോട്ടാണ് പോവുക, x greater than 0 ആകുന്ന സമയത്ത് 0ലോട്ടാണ്. Therefore, so consider f of x is equal to
0 for x greater than 0 and 1 for x equal to 0. So ഇവിടെ കൺവേർജൻസ് ചെക്ക് ചെയ്യാനുള്ള x greater than 0 ആവുന്ന കേസ് മാത്രമേ ഉള്ളൂ. മറ്റേ കേസിൽ ക്ലിയർ ആണ്, കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്, കൺവേർജൻസ് ടു 1 ആണ്. For epsilon greater than 0, x greater than 0, modulus of fn of x, നമ്മൾ ഇതിനെ fn of x എന്ന് വിളിക്കുക. fn of x minus f of x is equal to less than epsilon implies നമുക്ക് അതാകുന്നത് modulus of e raised to minus nx minus 0 is less than epsilon. So e raised to minus nx എന്ന് വരും. e raised to minus nx, e raised to എപ്പോഴും പോസിറ്റീവ് ക്വാണ്ടിറ്റി, അപ്പോൾ അതിന്റെ മോഡുലസിൽ അർത്ഥമില്ല. So e raised to minus nx is less than epsilon. e raised to ഒഴിവാക്കാൻ നമ്മൾ രണ്ട് സ്ഥലം log എടുക്കും. So log എടുത്തു കഴിഞ്ഞാൽ log e raised to minus nx, so minus nx is less than log epsilon. ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ nx is മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി സൈൻ റിവേഴ്സ് ചെയ്യും, മൈനസ് log epsilon. So nx is greater than minus log epsilon means log 1 by epsilon I. So n is greater than 1 by x into log 1 by epsilon. So choose k of epsilon comma x belongs to n. Choose a natural number k such that k is greater than 1 by x into log of 1 by epsilon. Then modulus of fn of x minus f of x is less than epsilon for all n greater than or equal to k. Therefore fn converges to f. Further, okay. Here on interval 0 to infinity, 0 to infinity closed means for all x greater than or equal to 0. 0 യിലും ഉറപ്പാണ്, കാരണം 1 1 1 കൺവേർജൻസ് നമുക്ക് ഓൾറെഡി ഉറപ്പിച്ചാണ്. Now ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ബൗണ്ടഡ്നെസ് ആണ്. 1 by x into log 1 by epsilon. അതിൽ ഇവിടെ x ഇല്ല, ഇവിടെയുള്ള x. സോ ആസ് x tends to 1 by x ആയതുകൊണ്ട് പ്രശ്നം വരാവുന്നത് 0 പോകുമ്പോഴാണ്. 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ഉണ്ട് താനും. as x tends to 0, 1 by x into 1 by epsilon, log 1 by epsilon is tending to infinity. Hence it is unbounded. പക്ഷെ അത് ബൗണ്ടഡ് ആവും, ഇവിടെ ബൗണ്ടഡ് ആവാം. നമ്മൾ ഈ 0 കൺസിഡർ ചെയ്താലാണ് പ്രശ്നമുള്ളത്. അൺബൗണ്ടഡ് ഓൺ 0 to infinity, but bounded on m to infinity, where greater than 0. 0 വലിയൊരു നമ്പർ കൺസിഡർ ചെയ്യുന്ന m to infinity തീർച്ചയായും ഏതാണ്, ബൗണ്ടഡ് ആണ്. സോ കൺക്ലൂഡ് ചെയ്യാവുന്നത് ഇത് നോൺ യൂണിഫോം കൺവേർജൻസ് ആണ് ഏത് പോയിന്റിൽ 0 വരെ. ബാക്കി m to infinity കൺവേർജന്റ് ആണ്. സോ 0 is a point of non-uniform convergence. Or fn converges uniformly to f on m to infinity, where m is greater than 0. Show that gn of x equal to x by nx plus 1 converges uniformly on 0 to infinity. അപ്പോൾ 0 പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. നമുക്കൊരു അപ്പർ ബൗണ്ട് കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ ലിമിറ്റ് കാണണ്ടേ. എക്സ് 0 ആവുന്ന കേസുണ്ട്, 0 അല്ലാത്ത കേസുണ്ട്. എക്സ് 0 ആവുന്ന സമയത്ത് ഈ സീക്വൻസ് കംപ്ലീറ്റ്ലി 0 ആണെങ്കിൽ ലിമിറ്റ് വരെ തന്നെയാണ് 0 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് limit of gn of x as n tends to infinity, that is limit of as n tends to infinity x divided by nx plus 1. n tends to infinity ആണ്, denominator tends to infinity ആയി, എന്തായാലും 0 ആയി. 0 ആവുന്ന സമയത്ത് 0 ആണ്. So take g of x is equal to 0 for all x greater than or equal to 0. Now for epsilon greater than 0, നമുക്ക് modulus of gn of x minus g of x less than epsilon ആവുന്ന കേസ് കൺസിഡർ ചെയ്യാം. That means modulus of x divided by nx plus 1 minus 0 is less than epsilon. x പോസിറ്റീവ് ആണ്, nx പോസിറ്റീവ് ആണ്, അപ്പോൾ ഇതിന് മോഡുലസ് കാര്യമില്ല. So x divided by nx plus 1 is less than epsilon. So nx plus 1 by x is greater than 1 by epsilon.
x വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ n plus 1 by x is greater than 1 by epsilon. So n is greater than 1 by epsilon minus 1 by x. So choose epsilon comma x belongs to natural numbers such that k is greater than 1 by epsilon minus 1 by x. Then modulus of gn of x minus g of x is less than epsilon for all n greater than or equal to k. Therefore, gn converges to g on നമുക്ക് തന്നിരിക്കുന്ന ഇന്റർവൽ 0 to infinity. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ 1 by epsilon minus 1 by x അതിന്റെ വാല്യൂസ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ ഇത് ഇൻഫിനിറ്റിയിലോട്ട് അല്ലെങ്കിൽ ഇതിന്റെ 1 by epsilon കുറയ്ക്കണം. അപ്പൊ ഇതിന്ന് 1 by epsilon ഒരു ക്വാണ്ടിറ്റി കുറയ്ക്കുന്ന സമയത്ത് ഈ രണ്ടാമത്തെ ക്വാണ്ടിറ്റി പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായും ഇതിന്റെ വാല്യൂ 1 by epsilon ചെറുതല്ലേ വരുള്ളൂ. 1 by epsilon ഉണ്ട്, 1 by epsilon അതിൻ്റെ അകത്ത് നമ്മൾ ഒരാളെ മൈനസ് ചെയ്യുമ്പോൾ ഇതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഈ 1 by epsilon ഇപ്പുറത്തേക്ക് റൈറ്റ് സൈഡിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് നമ്മൾ മൈനസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങോട്ടല്ലേ പോകുള്ളൂ വാല്യൂ. സോ തീർച്ചയായും 1 by epsilon is an upper bound for 1 by epsilon minus x. അത് എക്സ്റ്റൻസ് 0 ആയാലും എക്സ്റ്റൻസ് ഇൻഫിനിറ്റി ആയാലും ഓക്കെ, സിമ്പിൾ ലോജിക് ആണ്. 1 by x is a positive quantity. x is greater than or equal to 0. x is 0 ആകുമ്പോൾ ഇൻഫിനിറ്റി ആവും. സോ 1 by epsilon ഇൻഫിനിറ്റി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റിയോട്ടാണ് പോകുന്നത്. എഗെയിൻ 1 by epsilon ചെറിയ ക്വാണ്ടിറ്റി ആണ്. സോ സിമ്പിൾ ലോജിക് ഇതാണ്. സിൻസ് 1 by x is greater than or equal to 0, (1 by epsilon minus 1 by x is less than or equal to 1 by epsilon, or 1 by epsilon is an upper bound of 1 by epsilon minus 1 by x. So, if we choose k belongs to n such that greater than or equal to 1 by epsilon, modulus of gn of x minus g of x is less than epsilon for all n greater than or equal to k. Also, k is independent of x. Therefore, gn converges to g uniformly on closed interval 0 to infinity. ഇവിടെ 0 എന്ന് പറഞ്ഞ പോയിന്റ് പ്രശ്നമല്ല, ഇൻഫിനിറ്റിയോട് പോകുന്ന പ്രശ്നമല്ല. ആ എക്സ്പ്രഷൻ ഇസ് ബൗണ്ടഡ്. സോ ഇവിടെ നമുക്ക് ആകെ ഇത്രയേ വേണ്ട ആവശ്യമുള്ളൂ. പോയിന്റ് വൈസ് കൺവേർജൻസ് ആണോ യൂണിഫോം കൺവേർജൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ gn of x മൈനസ് g of x ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന രീതിയിൽ ഒരു നാച്ചുറൽ നമ്പർ k ചൂസ് ചെയ്യുന്നു. ആ k എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്യും, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ യൂണിഫോംലി കൺവേർജന്റ് ആണ്. എക്സിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു k കിട്ടുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് ആ എക്സ്പ്രഷൻ, അതായത് കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ബൗണ്ടഡ് ആണോ നോക്കുക. ബൗണ്ടഡ് ആണെങ്കിൽ അപ്പർ ബൗണ്ട് ആയിട്ട് നമ്മൾ അപ്പർ ബൗണ്ടിനേക്കാൾ വലിയ നാച്ചുറൽ നമ്പർ k ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും കണ്ടീഷൻ സാറ്റിസ്ഫൈ എന്ന് മാത്രമല്ല അത് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആയിരിക്കും. സോ യൂണിഫോംലി കൺവേർജന്റ് ആയിരിക്കും.